ഹലോ ഗായ്സ്, വെൽക്കം ടു യൂട്യൂബ് ചാനൽ പൊന്നാനി ഫാമിലി വ്ളോഗ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞങ്ങൾ അമ്പലത്തിൽ പോവുകയാണ്. ഏതമ്പലത്തിലാണെന്ന് വെച്ചാൽ നമ്മുടെ ചുറ്റുകുളങ്ങര. കുറച്ച് ദിവസങ്ങളായി അങ്ങോട്ടൊക്കെ പോയിട്ട് അച്ഛൻ വന്നപ്പോൾ പോയതാണ്, പിന്നെ പോയിട്ടില്ല. ഇന്ന് ഞങ്ങൾ പോവാനായിട്ട് പോവുകയാണ് ഗായ്സ്. നമ്മുടെ അമ്മ അവിടെയൊക്കെ റെഡി ആയിട്ടിരിക്കുകയാണ്. നമ്മുടെ അമ്മൂമ്മ കുടുംബശ്രീക്ക് പോയേക്കാണ്, ഇതുവരെ വന്നില്ല. അതുകൊണ്ട് കഥയൊക്കെ തുറന്ന് നടക്കുകയാണ്. അതുകൊണ്ട് അമ്മൂമ്മ വന്നിട്ട് പോവാന്ന് വെച്ചു. അപ്പോഴത്തേക്ക് ഞങ്ങളിവിടെ നിൽക്കുകയാണ്. നമ്മുടെ റോക്കിക്കുട്ടനൊക്കെ ഇവിടെ കിടപ്പാണ്. റോക്കിക്കുട്ടൻ അവിടെ അതിലാണ് കിടക്കുന്നത്. അപ്പോൾ നമ്മൾ പുതിയ സ്ഥലത്താണ്. ഈ മാമനെ അവിടെയാണ് കിടക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ഇപ്പോൾ ഗൈസ്, നമ്മുടെ യാത്രയോട് തുടങ്ങിയിരിക്കുകയാണ്. നമ്മൾ വൈകുന്നേരത്താണ് നമ്മളിവിടെ അമ്പലത്തിൽ പോകുന്നത് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ രാവിലെ പോകാൻ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒക്കത്തില്ല. ഞങ്ങൾക്ക് രാവിലെ കുളിക്കാനും പറ്റും. ഇപ്പോഴേ എന്തോ തണുപ്പാണ് ഗൈസ്. അപ്പോൾ എനിക്ക് പച്ചവെള്ളത്തിലൊന്നും കുളിക്കാനും ഒക്കത്തില്ല. ചൂടുവെള്ളത്തിലായാലും കുളിച്ച് കഴിയുമ്പോൾ നല്ല തണുപ്പായിരിക്കും. അതുകൊണ്ട് ഞങ്ങൾ വൈകിട്ട് പോകാമെന്ന് വെച്ചു. ഇപ്പോൾ നമ്മൾ ചുറ്റുകുളങ്ങര അമ്പലത്തിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. നല്ല ലൈറ്റ് ഡെക്കറേഷനായിരുന്നു. ഫ്രണ്ട് വേഷം തന്നെ നല്ല ലൈറ്റ് ഡെക്കറേഷനാണ്. പിന്നെ കുറേ കടകളുണ്ടായിരുന്നു. പക്ഷെ കുംഭഭരണിയുടെ അത്ര ഇല്ലെങ്കിലും നമ്മൾ ചെറിയ ചെറിയ കടകളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അകത്ത് കുംഭഭരണിയുടെ ആളാണ്. നല്ല രസമായിരുന്നു. കുറേ കടകൾ, ഇങ്ങനെ ബജ്ജിക്കടകൾ, ഇങ്ങനെ പാനിപൂരിയുടെ. പിന്നെ ഞാൻ ആദ്യമായിട്ട് കാണുകയാണ് പായസക്കട. പായസം, കുറേ പലതരത്തിലെ പായസം വിൽക്കുന്ന കടകളൊക്കെ ഉണ്ട്. അതൊക്കെ ഞാൻ ആദ്യമായിട്ടാണ് ഈ കടകളൊക്കെ കാണുന്നത്. ഞാൻ പിന്നെ അമ്മയോട് ചോദിക്കുകയും ചെയ്ത്, ഈ പായസക്കടകളൊക്കെ ഉണ്ടോയെന്ന്. അപ്പം അമ്മ പറഞ്ഞു, ചിലപ്പം കാണുമെന്നൊക്കെ പറഞ്ഞു. ഇങ്ങനെ നമ്മൾ അകത്തോട്ട് കയറാനായിട്ട് പോവുകയാണ്. പിന്നെ രഥമാണ്. ഇത് രഥമാണ്. ഇപ്പം ഉണ്ടാക്കിയതാണ്. ഇപ്പം ഇവിടെ ഉണ്ടാക്കിയതാണ്. ഇപ്പം ഇത് തെർമോക്കോൾ വെച്ചിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. പിന്നെ ഓരോ കരക്കാരുടെ ഘോഷയാത്ര ഉണ്ടായിരുന്നു ഗൈസ്. അതൊക്കെ കണ്ടൊക്കെ സമയം പോയതൊന്നും അറിഞ്ഞില്ല. പിന്നെ ആ കരക്കാരുടെ തന്നെ കുത്തിയോട്ടപ്പാട്ടുണ്ടായിരുന്നു. അതൊക്കെ കേൾക്കാൻ നല്ല രസമായിരുന്നു. കുറച്ച് നേരം അവിടെയൊക്കെ നിന്നത് കേട്ടു. നല്ല രസമായിരുന്നു കേട്ടോ. അവരുടെ താളം തുള്ളലും ഒക്കെ, താളം ഇങ്ങനെ കൊട്ടുന്നതും ഭയങ്കര രസമായിരുന്നു കേട്ടോ. പിന്നെ അവിടെ ഇരുന്ന് ഇങ്ങനെ കേൾക്കുമ്പോൾ ബോറൊന്നും അടിക്കത്തില്ല. നല്ല രസമാണ് അവിടെ ഇരുന്ന് കേൾക്കാനൊക്കെ. പിന്നെ ഞങ്ങൾ അകത്ത് തൊഴുതിട്ട് ചുറ്റും തൊഴാനായിട്ട് ഇറങ്ങി. അപ്പം ഇങ്ങനെ നല്ല ലൈറ്റൊക്കെ കണ്ട്. വെളിയിലാണ് രസം കേട്ടോ. അകത്തും രസമാണ്, പക്ഷെ നല്ല ലൈറ്റ് ഡെക്കറേഷൻ വെളിയിലാണ് കേട്ടോ. നല്ല ലൈറ്റ് ഡെക്കറേഷൻ, എവിടെ നോക്കിയാലും ലൈറ്റ് ഡെക്കറേഷനാണ്. മരങ്ങളിലൊക്കെ തൂക്കി ഇങ്ങനെ ഇട്ടേക്കാണ് കേട്ടോ. അത് അമ്മൂമ്മയാണ് കേട്ടോ. ഞങ്ങളുടെ അമ്മയുടെ അമ്മയാണ് കേട്ടോ നിൽക്കുന്നത്. ലൈറ്റ് ഡെക്കറേഷനാണ് കണ്ടോ. ഈ ലൈറ്റ് ഡെക്കറേഷൻ എന്ന് പറയുമ്പോൾ കൃഷ്ണനെ ലൈറ്റ് വെച്ചുണ്ടാക്കിയേക്കുന്നത്. നല്ല രസമുണ്ട്. പിന്നെ അങ്ങോട്ടുണ്ട് കേട്ടോ. മരങ്ങൾ തൂക്കിയിട്ടേക്കുന്നതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത്. അത് സെറ്റായിരുന്നു. കണ്ടോ, എല്ലായിടത്തും ലൈറ്റ് അല്ലേ, ഇതാണ് പറയുന്നത്. എന്ത് രസമാണ്. ഞങ്ങൾ തൊഴാനായിട്ട് പോകണം. അവിടെ അയ്യപ്പൻ്റെ ഒരു വിഗ്രഹം ഇരിപ്പുണ്ട്. അവിടെ തൊഴാനായിട്ട് പോവുകയാണ് കേട്ടോ. ഞങ്ങൾ ചുറ്റുമൊക്കെ തൊഴുത് ഏകദേശം കഴിയാറായി. ഞാനിവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുന്നു. നല്ല രസമാണ്. നിങ്ങൾക്ക് ഒക്കുമെങ്കിൽ നമ്മുടെ ചുറ്റുകുളങ്ങരയിൽ പോയി എന്തായാലും കാണണം കേട്ടോ. ഇത് നമ്മുടെ ദേവി ഒരുക്കി വെച്ചേക്കുന്നതൊക്കെ നല്ല സൂപ്പറായിട്ടാണ്.
പിന്നെ ഈ ലൈറ്റ് ഡെക്കറേഷനാണ് എപ്പോഴും നമ്മൾ വൈകിട്ട് പോവുക. രാവിലെ പോയി കഴിഞ്ഞാൽ ഈ രസങ്ങളൊന്നും നിങ്ങൾക്ക് കാണാനൊക്കത്തില്ല. വൈകിട്ട് പോവുക, അപ്പോൾ ലൈറ്റ് ഡെക്കറേഷനൊക്കെ കാണാൻ പറ്റും. നല്ല രസമാണ്. കുറേ ഫോട്ടോസ് കിട്ടും കേട്ടോ. ഇവരുടെ ഇതിൻ്റെ ഇങ്ങനെ സെൽഫിയൊക്കെ എടുത്ത് സെറ്റായിരിക്കും. ആർച്ച് പോലെ ലൈറ്റൊക്കെ വെച്ചേക്കുന്നിടത്തൂടെ ഒക്കെ നടന്ന് കഴിഞ്ഞ് സെറ്റായിരിക്കും. നിങ്ങളെന്തായാലും പോവാൻ ശ്രമിക്കുക കേട്ടോ. കണ്ടോ എന്ത് രസമാ. നമ്മുടെ ചെട്ടുകുളങ്ങരയിൽ കുളമുണ്ട്. കുളത്തിലും ഇങ്ങനെ ലൈറ്റ് ഡെക്കറേഷനാണ് കേട്ടോ. ഇങ്ങനെ കണ്ടോ എന്ത് രസമാണ്. മരങ്ങളിലൊക്കെ തൂക്കിയിട്ടേക്കുന്നത് നല്ല രസമാണ്. സരസ്വതി ദേവിയാണ് കേട്ടോ. ഫുൾ ഗോൾഡൻ കളർ, ഇടയ്ക്കൊക്കെ റെയിൻബോ കളർ. ഇവിടെ അതുപോലെ ഇവിടെ ഇപ്പം കാവുകളാണ് കേട്ടോ. കാവാണത്. ആ മരത്തിൽ ഇങ്ങനെ ഒരു ട്യൂബ് പോലെ കിടക്കുന്നത്, അതിൽ നല്ല രസമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതൊക്കെ നല്ല രസമാണ്. ഇതാണ് ഞാൻ പറഞ്ഞില്ലേ, കുളം നല്ല കളർഫുള്ളാണ്. കുളത്തിൻ്റെ അവിടെയും സിഗ്സാഗ് പോലെ ഗോൾഡൻ കളറിലെ ലൈറ്റ്സ് പോകുന്നുണ്ട് അങ്ങോട്ട്. നല്ല രസമാണ്. അതിൻ്റെ നടുക്കൊരു സ്റ്റാച്ചു പോലൊരു എന്താണെന്ന് എനിക്കറിയത്തില്ല. ഏതാണ്ടാണ് കേട്ടോ. സരസ്വതിയാണോ എനിക്കറിയത്തില്ല എന്തുവാന്ന്. ഞാൻ നേരത്തെ നോക്കിയില്ലായിരുന്നു, ഇരുട്ടായതുകൊണ്ട് കാണുന്നുമില്ലായിരുന്നു. അത് വേറെ കാര്യം കേട്ടോ. പിന്നെ ഇങ്ങനെ ലൈറ്റ് കിടക്കണം. ഈ ലൈറ്റുകളൊക്കെ കണ്ട് തൊഴുതുകൊണ്ട് പോവുകയാണ് കേട്ടോ. വീഡിയോ എടുത്തിട്ടും മതിയാവുന്നില്ല എനിക്ക്. ഞാൻ വീണ്ടും എടുത്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ നമ്മൾ കുറച്ച് നേരം ഇരുന്ന് സ്റ്റേജിലെ പരിപാടിയൊക്കെ കണ്ടു കേട്ടോ. കുറച്ച് നേരം അതൊക്കെ ഇരുന്ന് കണ്ട് ഇച്ചിരി നേരം അവരുടെ പ്രാർത്ഥനയൊക്കെ ചൊല്ലി കഴിയുമ്പോൾ നമ്മളിങ്ങനെ പോകാം കേട്ടോ. ഇത് നമ്മൾ പിന്നെ രഥത്തിൻ്റെ അവിടോട്ട് പോവുകയാണ്. അവിടെ ഇച്ചിരി ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മളിപ്പം വീഡിയോ എടുക്കാൻ അവിടെ നല്ല ആളുണ്ടായിരുന്നു കേട്ടോ. ഫോട്ടോ എടുക്കാനായിരിക്കും ഭയങ്കര ആളുണ്ടായിരുന്നു. പിന്നെ അവരൊക്കെ ഒഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ അവിടെ മാറി നിന്നെടുത്തായിരുന്നു. കൊണ്ട് കുറേ പേര് ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഞാനിപ്പോൾ ഇച്ചിരി ആൾ കുറഞ്ഞപ്പോൾ എടുത്ത വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഇച്ചിരി ആൾ കുറഞ്ഞപ്പോൾ ഞാൻ നല്ലപോലെ എടുത്തു വീഡിയോസൊക്കെ. അപ്പോൾ എല്ലാവരും ആ പ്രോഗ്രാം കാണാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനിതെടുത്താണ്. പിന്നെ നമ്മുടെ മെയിൻ കാര്യത്തിലോട്ടാണ്. നമ്മൾ ഒരു പാനിപ്പൂരി ഞാൻ ഫസ്റ്റ് ട്രൈ ആണ്. പാനിപ്പൂരി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഗൈസ്. ഫസ്റ്റ് ടൈമാണ്. ഞാൻ ഇനി എവിടെ പോയാലും കഴിക്കും. പിന്നെ നമ്മൾ ഹോസ്പിറ്റലിൽ പോയായിരുന്നു അമ്മയ്ക്ക് ചുമ കാണിക്കാൻ വേണ്ടിയിട്ട്. അവിടെ പോയി പിന്നെ നമ്മൾ വീട്ടിലോട്ട് തിരിച്ചു പോകുന്ന വഴിയാണ് കേട്ടോ. തനു ഭയങ്കര കരച്ചിലായിരുന്നു, അവൾക്ക് ഐസ്ക്രീം വേണമെന്നും പറഞ്ഞു കേട്ടോ. പിന്നെ അമ്മ എങ്ങനെയൊക്കെ സമാധാനിപ്പിച്ചു. പിന്നെ വാങ്ങിച്ചു തരാമെന്നും പറഞ്ഞ് നമ്മളിങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. നമ്മൾ വീട്ടിലോട്ടാണ് കേട്ടോ പോകുന്നത്. നമ്മുടെ ഫ്രണ്ടിൽ പോകുന്ന എൻ്റെ അമ്മയുടെ അമ്മയാണ് കേട്ടോ. ഞങ്ങളുടെ രണ്ടിൻ്റെ അമ്മൂമ്മയാണ്. അമ്മൂമ്മയുടെ പേര് ലത എന്നാണ്. ഞങ്ങൾ വിളിക്കുന്നത് ലത അമ്മൂമ്മ എന്നാണ് കേട്ടോ. ഇച്ചിരിയും കൂടെ പോയി കഴിഞ്ഞാൽ നമ്മൾ വീടെത്തും കേട്ടോ. അതുകൊണ്ടാണ് ധനുസ് ഏതാണ്ടൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഗായ്സ് നമ്മൾ ചെട്ടുകുളങ്ങര അമ്പലത്തിൽ നിന്ന് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഡ്രസ്സൊക്കെ മാറ്റി ഗായ്സ്. അപ്പോൾ ഇന്ന് ഇത്രേ ഉള്ളൂ. പിന്നെ ഞങ്ങളുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഞങ്ങളിന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ ഗായ്സ്. അപ്പോഴത്തേനും അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ, അപ്പോഴത്തേനും ബൈ ബൈ.